ഇറാനിയൻ പ്രസിഡന്റ് പെഷേസ്കിയാന്റെ നാവിന് മൂർച്ച പോരാ എന്ന് തോന്നിയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഖമനൈ തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, അമേരിക്ക ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ ഞങ്ങൾ വഴങ്ങുകയില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. അദ്ദേഹത്തിന്റെ പ്രധാന അഡ്വൈസറിൽ പെടുന്ന ഒരു അലി ലാരിഞ്ചാനി എന്ന് പറയുന്ന മാന്യദേഹം അവർ ന്യൂക്ലിയർ ബോംബ് ഉടനെ തന്നെ ഉണ്ടാക്കുവാൻ നിർബന്ധിതരാവും എന്നാണ് മീഡിയയോട് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഉടനെ തന്നെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി അമേരിക്കയുടെ തലയിൽ കൊണ്ടിടും എന്നാണ് അവർ പറയുന്നത്. അമേരിക്കയുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ഏരിയകളിലും അവർക്ക് ധാരാളം മിലിറ്ററി സ്റ്റേഷൻസ് മിഡിൽ ഈസ്റ്റിലുണ്ട്, അവിടെ എല്ലാം ആക്രമിക്കും. കൂടാതെ ഡാഗോ ഗാർസിയ പോലും ആക്രമിക്കുമെന്നാണ് ഇറാനിൽ നിന്നും പല കോണുകളിൽ നിന്നും വരുന്ന ഭീഷണി. പല തട്ടുകളിൽ നിന്ന് ആളുകൾ ഭീഷണികൾ മുഴക്കുന്നുണ്ട്. അതിൽ ഖമനൈ പറഞ്ഞ ഭീഷണി അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം അവർ നിശ്ചയമായും തുടരും, അത് ബോംബിലേക്ക് എത്തിക്കും എന്നാണ്. ഈ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഒരു ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ആദ്യത്തെ ഖമനൈ ആയിട്ടുള്ള ആയത്തുള്ള അലി ഖമനൈ അദ്ദേഹം 1990-കളിൽ ഒരു ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. ഫത്വ എന്ന് പറഞ്ഞാൽ ഈ മതനിയമമാണ്. അപ്പോൾ ഈ മതനിയമത്തിൽ പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് മതനിയമം. ഈ ന്യൂക്ലിയർ വെപ്പൺസും മതവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ പാടില്ല. അവരുടെ മതം ഉണ്ടായ കാലത്തൊന്നും ന്യൂക്ലിയർ വെപ്പൺസ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പാടില്ല, അത് മത നിയമങ്ങൾക്കെതിരാണ് എന്ന് അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുകയില്ല ഒന്ന് തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്ന് 90-കളിൽ പറഞ്ഞു കേൾക്കുന്നു. ഇത് 2003-ലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു മീറ്റിംഗിലാണ് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചത്, ഞങ്ങൾ ന്യൂക്ലിയർ പ്രോഗ്രാം ചെയ്യുകയില്ല. അതിന് കാരണം ഇങ്ങനൊരു ഫത്വ, റിലീജിയസ് ഫത്വ ആയതുകൊണ്ട് ഞങ്ങളുടെ മത നിയമങ്ങൾക്കെതിരാണ്, അത് ഖമനൈ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യല. പക്ഷെ ഇപ്പം ഇവരുടെ ഈ അലി ലാരിഞ്ചാനി ജനുവരി 30-ന് പറഞ്ഞത് ഈ ഫത്വ നിലവിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാത്തത്, ഫത്വ ഞങ്ങൾ വേണ്ടെന്ന് വെക്കും, എന്നിട്ട് ഉടനെ തന്നെ അടുത്ത ആഴ്ച ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കി അമേരിക്കയുടെ തലയിൽ കൊണ്ട് ഇടുമെന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഈ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്ന സാധനം ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. അതിൻ്റെ പ്രിപ്പയർഡ്നെസ്സിന് ഇപ്പം ഇറാൻ എത്തി നിൽക്കുന്ന ഈ ഒരു നിലയിലേക്ക് ഇറാനെ പോലെ ഒരു രാജ്യത്തിന് എത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 25 വർഷത്തെ പ്രിപ്പയർഡ്നെസ് വേണം. എന്ന് പറഞ്ഞാൽ 2000 ആണ്ടിന് മുൻപ് തന്നെ ഇവരെ ന്യൂക്ലിയർ എനർജി ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈ 2025-ല് ഒരു ന്യൂക്ലിയർ ബോംബിന്റെ വക്കിൽ എത്തി നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നത്. എയർലിയർ സ്റ്റേജ് ഓഫ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് അപ് ടു 60 എത്തിക്കഴിഞ്ഞാൽ പിന്നെ 90, ഇവർ അപ് ടു 60 വരെയുള്ളത് 2015-ല് ന്യൂക്ലിയർ എൻറിച്ച്മെന്റിന്റെ 60% യുറേനിയം 235 എന്ന് പറയുന്ന ഗ്രേഡ് യുറേനിയമാണ് ആറ്റമിക് ന്യൂക്ലിയർ ബോംബിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം അതിന് 60 യുറേനിയം 235 എന്ന് പറയുന്ന ഐസോട്ടോപ്പ്, യുറേനിയം 238 എന്ന് പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള യുറേനിയത്തിനകത്ത് വളരെ ചുരുക്കമായി മാത്രം കാണുന്ന ഈ ഐസോട്ടോപ്പ് വേറെ തിരിച്ചെടുക്കണം. അതിന് വലിയ ടെക്നോളജി ആവശ്യമുണ്ട്. അത് 90%-ൽ കൂടുതൽ എൻറിച്ച്മെന്റ് വരുമ്പോൾ മാത്രമാണ് അത് ബോംബ് ഗ്രേഡ് യുറേനിയം ആവുന്നത്. അപ്പോൾ ബോംബ് ഗ്രേഡ് യുറേനിയത്തിന്റെ റേഞ്ചിലേക്ക് എൻറിച്ച്മെന്റിലേക്ക് ഒരു സാധാരണ രാജ്യത്തിന് എത്തിപ്പെടണമെങ്കിൽ 10-25 വർഷത്തെ പ്രിപ്പയർഡ്നെസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇവർ 2000 ആണ്ടിന് മുൻപ് തന്നെ തുടങ്ങിയിട്ടുള്ള ഈ പരിപാടിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഫത്വയുണ്ട്, മതനിയമം ഉണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നത് ഇവരുടെ നുണ പറയുന്ന പരിപാടിയുണ്ട്. എന്താണ്ട് തക്കിയ എന്താ പറയുന്നൊരു സൂത്രമുണ്ട്. അപ്പോൾ ആ ടെക്നിക്കാണ് എന്ന് വേണം വിചാരിക്കാൻ. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ വക്കിലാണെന്നും ഏത് നിമിഷവും ഉണ്ടാക്കി അമേരിക്കയുടെ തലയിലിടും എന്നാണ് ഇവരിപ്പം ഈ ഏറ്റവും റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡിഗോ ഗാർസിയ ആക്രമിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഡിഗോ ഗാർസിയ ആക്രമിക്കുക എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഇറാനിൽ നിന്ന് ഡിഗോ ഗാർസിയയിലേക്ക് 3500 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവരുടെ ഉള്ള മിസൈലുകളുടെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 2000 കിലോമീറ്ററാണ്. ഇപ്പോൾ 2000 കിലോമീറ്റർ റേഞ്ചിലേക്ക് ഇവരുടെ മിസൈലുകൾ പറപ്പിക്കണമെങ്കിൽ അതിന്റെ പേലോഡ് കുറയ്ക്കണം. മീഡിയം റേഞ്ച് മിസൈൽസ് ആണ്. മീഡിയം റേഞ്ച് മിസൈൽ എന്ന് പറയുമ്പോൾ 1500 കിലോമീറ്റർ വരെയാണ് റീസണബിൾ ഡിസ്റ്റൻസ്. വേണമെങ്കിൽ അത് 2000-ലേക്ക് എത്തിക്കാം. അപ്പോൾ 2000-ലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിന്റെ പേലോഡ് അല്ലെങ്കിൽ ഡെലിവറി ലോഡ്, അതിനകത്ത് വെക്കുന്ന ബോംബിന്റെ വെയിറ്റ് കണ്ടമാനം കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരു അമേരിക്കൻ സ്റ്റേഷൻ ആക്രമിക്കുമ്പോൾ ഒരു കുഞ്ഞു പടക്കം കൊണ്ടിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഈ 2000 കിലോമീറ്റർ മാത്രം റേഞ്ചുള്ള മിസൈൽ ഇവരുടെ ഉള്ളൂ. സ്റ്റിൽ ഇത് 3000 കിലോമീറ്റർ അകലെയാണ്. ഡിഗോ ഗാർസിയ 3000 കിലോമീറ്റർ അകലെയാണ്. പിന്നെ അവരുടെ അടുത്തുള്ള ഡ്രോണുകളാണ്. ഇറാന്റെ കയ്യിലുള്ള ഡ്രോണുകളുടെ മാക്സിമം റേഞ്ചായി പറയപ്പെടുന്നത് 2500 കിലോമീറ്ററാണ്. അപ്പോൾ ഡിഗോ ഗാർസിയ എങ്ങനെ ഇവർ ആക്രമിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചും വ്യക്തതയില്ല. മറ്റ് മിഡിൽ ഈസ്റ്റുള്ള അവരുടെ റേഞ്ചസിലേക്കൊക്കെ, മിഡിൽ ഈസ്റ്റുള്ള സൗദിയിലുള്ളതാണെങ്കിലും ഖത്തറിലുള്ളതാണെങ്കിലും ഇനി ഇസ്രായേലിന് നേരെയാണെങ്കിലും എന്തൊക്കെ മിസൈലുകൾ ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് അവർ ഇസ്രായേൽ എത്തിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇസ്രായേലിന് നേരെ 2 തവണ അവരുടെ സർവ്വശക്തി വിടുതൽ ആക്രമിച്ചിട്ടുണ്ട്. ആദ്യം 400 മിസൈലുകൾ അയച്ചു, പിന്നെ 200 മിസൈലുകൾ അയച്ചു.
അതിന്റെ സക്സസ് എന്തായിരുന്നു നമുക്കറിയാം. ആദ്യ ആഴ്ച 400 മിസൈലുകൾ എതിരെ പോയെന്ന് അറിയത്തില്ല. ഒരെണ്ണം പോലും ഇസ്രായേലിന്റെ അടുത്തേക്ക് എത്തിയില്ല. മുഴുവൻ ജോർദാന്റെ മുകളിൽ വെച്ച് തന്നെ തകർത്ത് തരിപ്പണാക്കി താഴെയിട്ട് കളഞ്ഞു. രണ്ടാമത്തതിനകത്താണ് 2-3 മിസൈലുകൾക്ക് ടെല്ലവീവിന്റെ അടുത്ത് വരെ എത്താനും അവിടെ ആ പ്രദേശത്ത് വന്ന് വീഴാനും സാധിച്ചത്. അതായത് 200 എണ്ണം അയച്ചതിനകത്ത് 3 എണ്ണം. നേരെ മറിച്ച് ഇസ്രായേൽ തിരിച്ചൊരടി കൊടുത്താൽ ഈ രണ്ടാമത്തെ ആക്രമണത്തിന് തിരിച്ചൊരടി കൊടുത്തു. ഇസ്രായേൽ വിചാരിച്ച സ്ഥലത്ത് കൃത്യമായിട്ട് വളരെ കൃത്യതയോടെ അവരുടെ മിസൈലുകൾ അവർ ലോഞ്ച് ചെയ്തു. എല്ലാം എയർക്രാഫ്റ്റിൽ നിന്നാണ് മിസൈലുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ആക്രമണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഇവര് പിന്നെ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് അയക്കുന്നു, അതിലേതെങ്കിലും എത്തിയാൽ എത്തട്ടെ എന്നുള്ള മട്ടിലാണ്. മറ്റേ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായ ആക്രമണം അങ്ങനെയല്ല. ഒരു മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടാർഗറ്റിൽ എത്തിക്കും എന്നവർ ഉറപ്പാക്കിയിരിക്കും. ആ രീതിയിലുള്ള മിസൈൽ ലോഞ്ചിങ്ങാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അത്രയും വ്യാപകമായ കേട് അവർക്ക് സംഭവിക്കേണ്ട പരിക്ക് അവർക്ക് പറ്റിയിട്ടുള്ളത്. അപ്പം അത് ഇനിയുള്ള മിലിറ്ററി ആക്ഷൻസിലും ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാനാവും. കാരണം വളരെ വളരെ റീസെൻ്റ് ആയിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം സംഭവിച്ച ഒരു കാര്യമാണിത്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന പെർഫോമൻസ് എന്താണോ അതിനപ്പുറത്തേക്കുള്ള ഒരു പെർഫോമൻസിലേക്ക് എത്താൻ മാത്രം ഒരു 4-5 മാസം കൊണ്ട് ഇറാന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അന്ന് ഇസ്രായേൽ തകർത്ത് കളഞ്ഞതിൻ്റെ മേലേക്ക് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് മുൻപ് അവർക്കുണ്ടായിരുന്ന പെർഫോമൻസ് കാട്ടി തന്നതാണ്. അവരുടെ ഒരു ക്ലൈമാക്സിൽ അവർ നിന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആ 200-400 മിസൈലുകൾ അയച്ച സമയത്ത് അവർ കാണിച്ചു തന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ അവരുടെ കേപ്പബിലിറ്റി തകർത്ത് കളഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ കേപ്പബിലിറ്റി എന്തായാലും അതിനെ കഴിഞ്ഞ് കുറഞ്ഞു പോയിട്ടുണ്ടാവുള്ളൂ. മേലോട്ട് വരാൻ ഒരു സാധ്യതയില്ല. കാരണം ഇത്തരം സാധനങ്ങളൊന്നും ഒരു ദിവസം കൊണ്ട് അങ്ങോട്ടാക്കി വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇത് അങ്ങോട്ട് എത്തുന്നില്ല എന്ന് ഉറപ്പാക്കുന്നത് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവർ പൊതുവേ ഇങ്ങനെ ഈ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടൊരു ഭീഷണി അങ്ങോട്ടൊരു ഭീഷണി. അപ്പോൾ ഇവരുടെ വാസ്തവത്തിലുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ തലപ്പത്ത് അല്ലെങ്കിൽ ഇസ്ലാമിനെ രക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കണം. സൗദി അറേബ്യ എന്ന് പറയുന്ന സുന്നി മുസ്ലിങ്ങളുടെ തലസ്ഥാനം അല്ലെങ്കിൽ സുന്നി മുസ്ലിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇതൊന്നുമല്ല. ആ മുസ്ലിം വിഭാഗവും ഒന്നുമല്ല. ശരിയായ മുസ്ലിങ്ങൾ ഞങ്ങളാണ്, ഷിയാക്കളാണ്. കൂടാതെ ഞങ്ങൾ മാത്രമാണ് ഇസ്ലാമിനെ ജീവൻ കളഞ്ഞും രക്ഷിക്കാൻ നിൽക്കുന്നതെന്ന് ഇസ്ലാമിക ലോകത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഖമനേയുടെ ലക്ഷ്യം എന്ന് വേണം അദ്ദേഹത്തിന്റെ ഈ വിധ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്ന് വേണം ചിന്തിക്കാൻ. ഇനിയിപ്പോൾ സപ്പോസ് ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ യുദ്ധങ്ങൾ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു മിലിറ്ററി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. 10 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ കാലാൾപ്പട ഇവർക്കുണ്ട്. പക്ഷേ ഇത്തരം യുദ്ധങ്ങളിൽ US-നെതിരായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായിട്ടോ ഉള്ള യുദ്ധത്തിൽ കാലാൾപ്പടയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് ഇറാഖുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ മാത്രമേ ഇവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സിറിയയായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇറാഖുമായിട്ടും സിറിയയായിട്ടും ഇവർക്ക് യുദ്ധമില്ല, വഴക്കില്ല. അങ്ങനെ ലാൻഡ് ബോർഡറുള്ള രാജ്യങ്ങളായിട്ട് മാത്രമേ ഇവർക്ക്, സൗദി അറേബ്യ ആയിട്ട് പോലും ഇവർക്ക് യുദ്ധം ചെയ്യുമ്പോൾ ഈ കാലാൾപ്പടയെ കൊണ്ട് കാര്യമില്ല, അവർക്ക് നേവി വേണം. അപ്പം നേവി അത്ര ശക്തമായ നേവി അവർക്കില്ല. വളരെ വീക്കായിട്ടൊരു നേവിയാണ് ഇറാന്റെ നേവി. ആകെ 19 സബ്മറൈൻസ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ നേവിയുടെ ഒരേ ഒരു അഡ്വാൻറ്റേജ്. 19 സബ്മറൈൻസ് അവർക്കുണ്ട്. വേറെ കുറച്ച് വാർഷിപ്സ് ഒക്കെ ഉണ്ട്. ഒരു ചെറിയ നേവി എന്നേ പറയാനുള്ളൂ. ഇത്തരം യുദ്ധങ്ങളിൽ ഏറ്റവും ഡിസിസീവായിട്ട് വരുന്നത്, ക്രിട്ടിക്കലായിട്ട് വരുന്നത് എയർഫോഴ്സാണ്. അവരുടെ എയർഫോഴ്സ് വളരെ വീക്കാണ്. കാരണം അവരുടെ വിമാനങ്ങൾ F-14 എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ പഴയ വിമാനങ്ങളാണ്. F-4, F-5 ആൻഡ് F-14 ഇത് 1979 മുൻപ് അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വിമാനങ്ങളാണ്. കൂടാതെ ചൈനയുടെ F-7 എന്ന് പറയുന്ന വിമാനങ്ങളുണ്ട്. അതൊന്നും ഈ F-Series അമേരിക്കൻ വിമാനങ്ങളോട് വരുന്ന വിമാനമല്ല. പിന്നെ അവരുടെ കൊള്ളാവുന്ന വിമാനം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങിയ സുഖോയ് Su-35 എന്ന് പറയുന്ന 50 വിമാനങ്ങൾ ഇറാന്റെ അടുത്തുണ്ട് എന്നാണ് വെപ്പ്. കൂടാതെ അവർ സ്വന്തമായി നിർമ്മിച്ച HESA അസറാക്ഷ് ആൻഡ് കൗസർ എന്ന് പറയുന്ന 2 ടൈപ്പ് വിമാനങ്ങൾ, അതും ഏകദേശം ഒരു 100 എണ്ണത്തോളം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഏകദേശം ഒരു 400 വിമാനങ്ങളോടാണ് ഈ ഇറാന്റെ കയ്യിൽ ഇപ്പം ഓൾറെഡി അവരുടെ എയർഫോഴ്സിന്റെ കയ്യിലുള്ളത്. ഈ 400 വിമാനങ്ങളിൽ 200 എണ്ണത്തിലധികവും പഴഞ്ഞ വിമാനങ്ങളാണ്. അതിൻ്റെ സ്പെയേഴ്സ് ഇവരുടെ ഉണ്ടോ എന്ന് ഉറപ്പില്ല. കാരണം ഈ F-Series വിമാനങ്ങൾക്ക് അമേരിക്ക കൊടുക്കുമ്പോൾ അതിൻ്റെ സ്പെയേഴ്സ് ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കുള്ളൂ. ചില റിപ്പയറുകൾ പോലും അമേരിക്കൻ എഞ്ചിനീയേഴ്സ് നേരിട്ട് പോയിട്ടാണ് ചെയ്യുക. അത് ഏത് രാജ്യത്തിനും വിറ്റാൽ അങ്ങനെ ചില ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ പാർട്ട് കേട് വന്നാൽ അമേരിക്കൻ എഞ്ചിനീയേഴ്സ് പോയിട്ട് അത് റിപ്പയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ എയർഫോഴ്സിൻ്റെ പകുതിയും ഭൂമിയിൽ തന്നെ നിൽക്കുന്ന എയർഫോഴ്സാണ് എന്ന് വേണം വിചാരിക്കാൻ. ഇത് വെച്ചുകൊണ്ടാണ് ഇവർ അമേരിക്കയോട് ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താണ് സംഭവിക്കാൻ ഇവരും അതിനിടയിലൂടെ ഇവർ പറയുന്നുണ്ട്, അമേരിക്ക ഞങ്ങളെ ഉപദ്രവിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ഞങ്ങളെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, അമേരിക്കയെ ഞങ്ങൾ പൊടിയാക്കും. പക്ഷേ അമേരിക്ക ആക്രമിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്നാണ് ഈ ഖമനയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നതായി കാണുന്നത്. ഇസ്രായേലിൽ സാധാരണ പോലെ ഗാസയിൽ ഇസ്രായേലിൻ്റെ
പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അവർ കുറച്ചും കൂടി അവരുടെ ആർമി ഗാസയിൽ അഡ്വാൻസ് ചെയ്ത് ഭൂമി കയ്യേറി വെച്ചിട്ടുണ്ട്. കൂടാതെ നോർത്തേൺ ഗാസയിൽ നിന്ന് ആളുകളോട് കൂടുതലായി ഒഴിഞ്ഞു പോകാൻ കുറച്ച് പ്രദേശം കൂടി ഒഴിവാക്കി തെക്കൻ ഗാസയിലേക്ക് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവർ ഒഴിവാക്കുന്ന ഏരിയ മുഴുവൻ പട്ടാളം കയറി പിടിച്ചെടുക്കുകയാണ്. തിരിച്ചു കൊടുക്കാൻ പ്ലാൻ ഇല്ല എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ ഇന്നിപ്പോൾ നമ്മൾ മലയാള പത്രങ്ങളിലൊക്കെ കണ്ടൊരു ന്യൂസ് ഉണ്ട്. അവിടുത്തെ യുണൈറ്റഡ് നേഷൻസിൻ്റെ 15 ഹെൽത്ത് വർക്കേഴ്സിനെ ഇസ്രായേലിലെ കൊന്നു, എന്നിട്ട് ഒരു കുഴിയെടുത്ത് കുഴിച്ചു മൂടി എന്നൊക്കെ മലയാള പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഇതാണ്: 5 ആംബുലൻസുകൾ, ഒരു ഫയർ ട്രക്ക്, ഒരു UN വെഹിക്കിൾ, ഇത്രയും വാഹനങ്ങൾ ഒന്നിച്ച് മൂവ് ചെയ്യുന്നിടത്ത് ഓരോരോ വാഹനങ്ങളെയായി ഇസ്രായേൽ റോക്കറ്റുകൾ ഉപയോഗിച്ച്, വിമാനത്തിൽ നിന്ന് അയക്കുന്ന റോക്കറ്റുകൾ ഉപയോഗിച്ച് തകർക്കുകയും അതിനകത്തുണ്ടായിരുന്ന 15 ആളുകൾ കൊല്ലപ്പെടുകയും ആ 15 പേരെ ഒന്നിച്ച് കുഴിച്ചിടുകയും ചെയ്തു എന്നുള്ളതാണ് UN പുറത്തുവിട്ടിട്ടുള്ള പത്രക്കുറിപ്പ്. ഇത് മാർച്ച് 23 സംഭവിച്ച കാര്യമാണ്. പക്ഷേ മാർച്ച് 23 ഇത്രയും കാര്യം ഉണ്ടായിട്ട് UN എന്തുകൊണ്ടാണ് മാർച്ച് 30 മാത്രം ഇത് തിരിച്ചറിഞ്ഞത് എന്നുള്ളത് ഏറ്റവും ദുരൂഹമായ സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ വിശദീകരണം വന്നിട്ടുള്ളത്, ലൈറ്റോ സിഗ്നൽസോ ഇല്ലാതെ രാത്രിക്ക് മൂവ് ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടപ്പോൾ അവർ വാഹനങ്ങളെ ആക്രമിച്ചതാണ്. അതിനകത്ത് ഉണ്ടായിരുന്നത് ഹമാസ് ഭീകരർ തന്നെയായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. കുഴിച്ചിട്ടതിനെ സംബന്ധിച്ച് അവരെ യാതൊന്നും പറയുന്നില്ല. അവർ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കുന്നു. ആക്രമിക്കാനുണ്ടായ കാരണം ഹെഡ്ലൈറ്റ് ഇടാതെ, സിഗ്നൽസ് ഇടാതെ മൂവ് ചെയ്ത ഒരു വാഹന വ്യൂഹമായിരുന്നു. ആ വാഹന വ്യൂഹത്തെ അവർ തകർത്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. അതിനകത്ത് മരിച്ചതിനകത്ത് ഹമാസ് പ്രവർത്തകരാണ് എന്നത് അവർക്ക് ബോധ്യമുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. കുഴിച്ചിട്ടതിനെ സംബന്ധിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഈ ഹെൽത്ത് വിങ്ങിനെ സംബന്ധിച്ചറിയണം. ഇതിന്റെ പേര് UNRWA എന്നാണ്, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്റ്റീൻ റെഫ്യൂജീസ് എന്ന് പറയുന്ന UN ഒരു സ്പെഷ്യൽ വിങ് ആണിത്. ഇത് 1948 ഇസ്രായേൽ രൂപീകൃതമായ കാലത്ത് തന്നെ പാലസ്തീൻ പ്രദേശത്തിന് വേണ്ടി UN രൂപീകരിച്ച ഒരു സംഗതിയാണ്. ഇതിനകത്തെ സ്റ്റാഫ് മുഴുവൻ തന്നെ പാലസ്തീനികൾ തന്നെയാണ്. പുറമേ നിന്നുള്ളവരല്ല ഇതിന്റെ സ്റ്റാഫ്, പാലസ്തീനികൾ തന്നെയാണ്. ഇവർക്ക് നല്ല ഒന്നാന്തര ശമ്പളം കിട്ടുന്നുണ്ട്. ഏകദേശം 1.5 ലക്ഷം രൂപയോളം ഇതിനകത്തെ ഓരോ സ്റ്റാഫിന് ശമ്പളം കിട്ടുന്നുണ്ട്. ഇതിനകത്തെ ബഹുഭൂരിഭാഗം ആളുകളും ഹമാസിന്റെ പ്രവർത്തകരാണ് എന്ന് വിത്ത് പ്രൂഫ് ഇസ്രായേൽ പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. അന്ന് ഇസ്രായേലിൽ കടന്നു കയറിയ ഏകദേശം 2000-ന് മേലെ വരുന്ന ആദ്യത്തെ സംഘത്തിൽ 2000-ഓളം വരുന്ന ഒരു സംഘമാണ് ആദ്യം ഇസ്രായേലിൽ വേര് പൊളിച്ചകത്തിടുന്നത്. ആ സംഘത്തിനകത്തുള്ള ബഹുഭൂരിഭാഗവും ഈ UNRWA അംഗങ്ങളായിരുന്നു എന്നും ഇസ്രായേൽ തെളിവ് സഹിതം പറഞ്ഞിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ തെളിവ് സഹിതം സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വേണം ഈ 15 പേര് വധിക്കപ്പെട്ടു എന്നുള്ളത് കാണാൻ. കൂടാതെ ലെബനീസ് ക്യാപിറ്റൽ ഇസ്രായേൽ രണ്ടാമതും ഇന്നലെ ബോംബ് ചെയ്തിട്ടുണ്ട്. ഈ വെടിനിർത്തലിന് ശേഷം രണ്ടാമത്തെ ബോംബിംഗ് ആണത്. ഇതിൽ 3 പേർ മരിച്ചതായി പറഞ്ഞു. ഒരു കെട്ടിടമാണ് ബോംബ് ചെയ്തത്. ഹിസ്ബുള്ളയുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് വധിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്.